ഹലോ ഗൈസ്, ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ പഠിച്ചു നിർത്തിയിരുന്നത് സി ടോക്കൺസ് ഫുള്ള് കവർ ചെയ്താണ് നിർത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ഡേറ്റ ടൈപ്സും പിന്നെ പ്രിന്റ് എഫ് സ്കാൻ എഫ് ഫംഗ്ഷനെ കുറിച്ചൊക്കെ നോക്കാമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് അതൊന്നുമല്ല. സി നമുക്ക് കമ്പ്യൂട്ടറിൽ സി ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യണം. ഐ ഡി എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഐ ഡിയിൽ വരുന്നതാണ് നമ്മളെ കമ്പൈലറും ടെക്സ്റ്റ് എഡിറ്ററും കൂടെ ചേർന്ന് വരുന്നതാണ് ഐ ഡി എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞൊരു ഐ ഡി ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ അത് ക്രോമിൽ പോയിട്ട് കോഡ് ബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് അത് ഫസ്റ്റ് വരുന്ന സൈറ്റ് codeblocks.org, ആ സൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രീ സി പ്ലസ് പ്ലസ് ആൻഡ് ഫോർട്ടാൻ ഐ ഡി, സിയും സി പ്ലസ് പ്ലസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഡി ആണത്. നമ്മൾ അത് വായിച്ചു നോക്കിയാൽ മതി, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഡൗൺലോഡ്സിലോട്ട് പോവാം. ഡൗൺലോഡ്സിലോട്ട് പോയിട്ട് ഡൗൺലോഡ് ബൈനറി റിലീസ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടുള്ളത്. അപ്പം അത് കൊടുക്കണം. ഡൗൺലോഡ് ദി ബൈനറി റിലീസ് എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കണം. എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത് വിൻഡോസ് ആണ്. അതേപോലെ ഇതിനകത്ത് ലിനക്സിന്റെ ഉണ്ട്, 32 ബിറ്റ് 64 ബിറ്റിന്റെ കിടപ്പുണ്ട്. അതേപോലെ മാക് ഒ എസിന്റെ ഉണ്ട്. എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇതാ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വേർഷൻസ് ഉണ്ട്. കോഡ് ബ്ലോക്സ് 20.03 setup.exe, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിന്റെ കമ്പൈലർ, സിയുടെ കമ്പൈലറും കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കമ്പൈലർ എന്ന് പറഞ്ഞാൽ മിഞ്ചി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കമ്പൈലർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കണ്ട കോഡ് ബ്ലോക്സ് 20.03 മിഞ്ചി ഡബ്ല്യു setup.exe, ഈ ഫയലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുള്ളത്. അപ്പം നമുക്ക് മിഞ്ചി ഡബ്ല്യു പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അത് ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒറ്റ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ കോഡ് ബ്ലോക്സ് 20.03 മിഞ്ചി ഡബ്ല്യു setup.exe, ഈ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അത് രണ്ട് സൈറ്റ് ഉണ്ട്, ഫോഴ്സ് ഹബും അല്ലെങ്കിൽ source4g.net. ഇതിനകത്ത് രണ്ട് സൈറ്റിൽ ഏതിനകത്തെങ്കിലും ഏതിന് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ രണ്ടാമത്തെ സൈറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവും. ഏകദേശം ഒരു 145 MB ആണ്, 145 MB ആണ്. ഞാൻ ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാണ്. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പോസ് ചെയ്തിട്ടേക്കാണ്. ഈ 145 MB ഏകദേശം അത്രയും സൈസ് വരുന്നൊരു ഫയലാണ്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദെൻ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോകുമ്പോഴത്തേക്ക് എവിടെ ഡൗൺലോഡ്സ് ഫോൾഡർ, ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് കോഡ് ബ്ലോക്സ് 20.03 മിഞ്ചി ഡബ്ല്യു സെറ്റപ്പ് എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പൊ സ്ക്രീൻ റെക്കോർഡിങ്ങും ഇത് ഇൻസ്റ്റാളേഷന്റെ പ്രോസസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്ലോ ആകാൻ സാധ്യതയുണ്ട്. സിസ്റ്റം ഒരു സ്ലോ ആകാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റാളർ കോഡ് ബ്ലോക്സിന്റെ അത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. ഇതെല്ലാം നെക്സ്റ്റ്, ഐ അഗ്രി ചെയ്ത് കൊടുക്കുക. ഇത് നെക്സ്റ്റ്. നമുക്ക് ഏത് ഫോൾഡറിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരേണ്ടുള്ളത്, അതിന്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ ഏതാണെന്ന് ഇതാക്കേണ്ടുള്ളത്. സിയിൽ പ്രോഗ്രാം ഫയൽസിനകത്ത് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ആ ഫോൾഡറിനകത്താണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ബ്രൗസ് കൊടുത്ത് മാറ്റി കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ കൊടുക്കാം. ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തു. ഇത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ ഇൻസ്റ്റാളേഷൻ ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്സ് നൗ എന്നാണ്. നമുക്കത് വേണമെങ്കിൽ യെസ് കൊടുത്ത് നോക്കാം. യെസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയി വരുന്നുണ്ടോ എന്ന് നോക്കാം. കോഡ് ബ്ലോക്സ് ഐ ഡി ഓപ്പൺ ആയി വരുന്നുണ്ട്. നമുക്ക് സി ചെയ്യാൻ വേണ്ടിയുള്ള ഐ ഡി ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സി. ഇതിനകത്ത് പിന്നെ C++ നമുക്ക് ചെയ്യാം. ഓപ്പൺ ആയി ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ ആയി വരാൻ വേണ്ടി ചെറിയൊരു താമസമുണ്ട്. ഓപ്പൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തെത്താറവരൊന്നും ആയിട്ടില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഡേറ്റ ടൈപ്സും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആയാലേ നമ്മൾ പ്രോഗ്രാം, ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്യാനുള്ള ലെവൽ നമ്മൾ ആവുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് ഐ ഡി ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇതാണ് ഐ ഡിയുടെ ഫസ്റ്റ് യൂസർ ഇന്റർഫേസ്. വലിയ നല്ല UI ഒന്നും അല്ല, പക്ഷെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ മിൻചി ഡബ്ല്യൂയും സെറ്റപ്പ് ഫയലും കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതുകൊണ്ട് ടൈം ഒരുപാട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. വലിയ മെനയുള്ള UI ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നലെ പഠിച്ച കാര്യത്തിലേക്ക് പോവാം. നമ്മൾ ഇന്നലെ നിർത്തിയിരുന്നത് സി ടോക്കൺസ് എല്ലാം പറഞ്ഞ് ഇന്നലെ കോൺസ്റ്റൻസ് പറഞ്ഞ് നിർത്തിയിരുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലുണ്ട്. ഒന്ന് പ്രൈമറി ഡേറ്റ ടൈപ്പ്, 2 ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, 3 യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അങ്ങനെ 3 ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് സി സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രൈമറി ഡേറ്റ ടൈപ്പ് ആദ്യം എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡേറ്റ ടൈപ്പ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഇൻഡിജറിനെ, ഫ്ലോട്ടിംഗ് പോയിന്റിനെ ആൻഡ് വോയിഡിനെയാണ്. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞതായിരുന്നു 0 to 9 വരെയുള്ള നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഇൻഡിജർ ഡേറ്റ ടൈപ്പ്. അതിനെ നമ്മൾ ഇന്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ, ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. അതിന് ഫ്ലോട്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ വോയിഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ടു റിട്ടേൺ, 0 ആണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ കൊടുക്കുന്നില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡിജർ ഡേറ്റ ടൈപ്പ് ആണ്. ഇൻഡിജർ ഡേറ്റ ടൈപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിജർ ഡേറ്റ ടൈപ്പിനെ അതിന്റെ സൈസ് അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ഇന്റ്, രണ്ടാമത്തത് ഇന്റ്, മൂന്നാമത്തത് ലോങ് ഇന്റ്. അങ്ങനെ സൈസ് അനുസരിച്ച് അതിനെ തരംതിരിച്ചേക്കുകയാണ്. അതിൽ ഷോർട്ട് ഇന്റ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് ആണ്. അതേപോലെ ഇന്റ് എന്ന് പറഞ്ഞാൽ 2 ബിറ്റ്, ലോങ് ഇന്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ്. അങ്ങനെയാണ് സൈസ് അനുസരിച്ചാണ് അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പിനെയും 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ഫ്ലോട്ട് തന്നെയാണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ സാധാ ഫ്ലോട്ട് തന്നെയാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡബിളും. ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. അതേപോലെ ഡബിൾ എന്ന് പറയുന്നത് 8 ബൈറ്റ്സ് ആണ്. എനിക്ക് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഷോർട്ട് ഇന്റ് ബിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, 1 ബിറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ 1 ബിറ്റ് അല്ല, 1 ബൈറ്റ് ആണ് കേട്ടോ. അതേപോലെ ഇന്റ് എന്ന് പറയുന്നത് 2 ബൈറ്റ്, ലോങ് ഇന്റ് എന്ന് പറയുന്നത് 4 ബൈറ്റ്, ഫ്ലോട്ട് 4 ബൈറ്റ്, അതേപോലെ ഡബിൾ എന്ന് പറയുന്നത് 4 ബൈറ്റ്. ഇത്രയാണ് പ്രൈമറി ഡേറ്റ ടൈപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി വരുന്നത് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. ഈ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസിക് ഡേറ്റ ടൈപ്സ്, അതായത് പ്രൈമറി ഡേറ്റ ടൈപ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഡേറ്റ ടൈപ്സിനെയാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് അറേസ്, പോയിന്റേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ അറേസും പോയിന്റേഴ്സും നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് ഇനി അറേസിനെ പോയിന്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആണ്. അതിൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിനകത്ത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നതാണ് പ്രോഗ്രാമേഴ്സ് ടു ഡിഫൈൻ ദെയർ ഐഡന്റിഫയർ ദാറ്റ് വുഡ് റെപ്രസെന്റ് ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ്. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഐഡന്റിഫയേഴ്സിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്ട്രക്ചറും യൂണിയനും. അതും നമുക്ക് ഇനി പഠിക്കാനുള്ള കാര്യമായതുകൊണ്ട് ഇവിടെ അതിനെ വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ടുള്ള കാര്യമാണ്. നമ്മൾ വേരിയബിളിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നാണ് ഇവിടെ നോക്കുന്നത്. ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ ടെൽസ് ദ കമ്പൈലർ. നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ആ വേരിയബിളിനെ കമ്പൈലറിന്റെ അടുത്ത് പറയുന്നത് വാട്ട് ഈസ് ദ വേരിയബിൾ നെയിം, ഒരു വേരിയബിളിന്റെ നെയിം എന്താണെന്നും ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നുമാണ് നമ്മൾ ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് കമ്പൈലറിന് മനസ്സിലാവുന്നത്. നമ്മൾ യൂസർ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് കമ്പൈലറിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഡേറ്റ ടൈപ്പിന്റെ ടൈപ്പ് ഏതാണെന്നും അതേപോലെ വേരിയബിളിന്റെ നെയിം എന്തുവാണെന്നാണ്. നമുക്ക് അതിന്റെ ഒരു സിന്റാക്സ് നോക്കാം. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ്, ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഡേറ്റ ടൈപ്പും ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിഫയറും. ഐഡന്റിഫയർ എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഒരു ഡേറ്റ ടൈപ്പാണ് ഇന്റ് എന്ന് പറയുന്നത്. എത്ര 2 ബൈറ്റ് സ്പേസ് വരുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ഇന്റ് എന്ന് പറയുന്നത്. ആ ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് പിന്നെ നമ്മൾ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ആണ് എടുത്തേക്കുന്നത്.
അതേപോലെ ക്യാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്, അതെന്താ നമ്മൾ കോൺസ്റ്റൻസിനകത്ത് പഠിച്ചാണ്, സ്ട്രിംഗ് കോൺസ്റ്റൻസിനകത്ത് പഠിച്ച ക്യാരക്ടർ കോൺസ്റ്റൻസ്, അതിന്റെയാണ് ക്യാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പും. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എ എന്ന് പറയുന്ന ഒരു വേരിയബിളും അല്ലെങ്കിൽ ഐഡന്റിഫയറും. അതേപോലെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി num2 എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ. ഇതാണ് അതിന്റെ ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ. അതാണ് ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യം ഡേറ്റ ടൈപ്പ് എഴുതും, ദെൻ അതിന്റെ ഐഡന്റിഫയർ എഴുതും, അത് എൻഡിങ് വിത്ത് സെമി കോളനും കൂടെ കൊടുക്കുമ്പോഴാണ് ആ ലൈൻ അവിടെ എൻഡ് ചെയ്തെന്ന് മനസ്സിലാവുന്നത്. ദെൻ നോക്കാൻ പോകുന്നത് പ്രിന്റ് എഫും സ്കാൻ എഫ് ഫംഗ്ഷനുമാണ്. പ്രിന്റ് എഫ് ഫംഗ്ഷൻ നമ്മൾ ഒരു ഡിസ്പ്ലേയിൽ, നമ്മളെ ടെർമിനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നത്. യൂസ് ടു ഡിസ്പ്ലേ ഡേറ്റ ഓൺ ദ സ്ക്രീൻ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോ ഈ കൊടുത്തേക്കുന്നുണ്ട് പ്രിന്റ് എഫ് ഒരു ഡബിൾ കോട്ടിനകത്ത് വെൽക്കം എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മളെ ടെർമിനലിനകത്ത് വെൽക്കം എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിന്റ് ആയി വരും. ഇത്രയേ ഉള്ളൂ പ്രിന്റ് എഫിന്റെ ഉപയോഗം. നമ്മളിപ്പം ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്പർ റീഡ് ചെയ്ത് വാങ്ങണം, അപ്പൊ നമ്മൾ കൊടുക്കുന്നു പ്രിന്റ് എഫ് എന്റർ എ നമ്പർ. അത് നമ്മൾ പ്രിന്റ് എഫിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്റർ എ നമ്പർ എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും, സ്ക്രീനിൽ കാണിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രിന്റ് എഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ സ്കാൻ എഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സ്കാൻ എഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കാൻ എഫ് %d ആംപർസെന്റ് നമ്പർ. ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ %d എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇന്റിജർ ടൈപ്പിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ %d കൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ %d കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റിജർ ടൈപ്പിലുള്ളൊരു ഡേറ്റ നമ്പർ എന്ന് പറയുന്ന ആ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആവും. ജസ്റ്റ് അത്രയേ ഉള്ളൂ. അതേപോലെ നമ്മൾ %f കൊടുത്തേക്കുന്നത് അടുത്ത സ്റ്റേറ്റ്മെന്റ് കണ്ട %f കൊടുത്തേക്കാണ്. അതെന്തിനാണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് നമ്പർ 2 എന്ന് പറയുന്ന സ്റ്റോറേജ് ലൊക്കേഷനിൽ നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ %f എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? കോഡ് ബ്ലോക്സ് ഐ ഡി, സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡ് ബ്ലോക്സ് ഐ ഡി ഇൻസ്റ്റാൾ ചെയ്തു. ദെൻ നമ്മൾ ഡേറ്റ ടൈപ്സ്, 3 ടൈപ്പിലുള്ള ഡേറ്റ ടൈപ്സ് നോക്കി. ഏതൊക്കെയാണ്? പ്രൈമറി ഡേറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അത് 3 നോക്കി. ദെൻ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പം ആ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാനുള്ളതെന്ന്? ഫസ്റ്റ് എന്താണ് കൊടുക്കുന്നത്? ഫസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ്, ദെൻ അതിന്റെ ഐഡന്റിഫയറും ഡേറ്റ ടൈപ്പും നേരത്തെ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമ്മൾ നോക്കിയതാണ് പ്രിന്റ് എഫും സ്കാൻ എഫും ഫംഗ്ഷൻസ്. പ്രിന്റ് എഫ് എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്ക്രീനിൽ ഒരു ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പ്രിന്റ് എഫ് ഉപയോഗിക്കുന്നത്. അതേപോലെ സ്കാൻ എഫ് ഉപയോഗിക്കുന്നത് നമ്മളെ കീബോർഡിൽ നിന്നുള്ള ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സ്കാൻ എഫ് ഉപയോഗിക്കുന്നത്. ഇത്രയും പറഞ്ഞു നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നാളെ നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യാം. ഇന്ന് ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ID ഇൻസ്റ്റാളേഷനും കൂടെ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. നാളെ നമുക്ക് ഫസ്റ്റ് സി പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏതാണ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നാളെ എന്തായാലും ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തേലും പോരായ്മകളോ എന്തേലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിച്ചോ. ഏത് സപ്പോർട്ടിനും കൂടെ കാണും. അപ്പം ഓക്കെ, ബൈ.